വാതോരാതെ വിമർശിച്ചവരും വെല്ലുവിളിച്ചവരുമൊക്കെ എവിടെ? UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിച്ചിട്ടില്ല. സംഘപരിവാറിന് കീഴ്പ്പെട്ട കോൺഗ്രസ് വന്ദേമാതരം ആലപിക്കുമെന്ന CPM-ന്റെ ആക്ഷേപവും വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലിയില്ലെങ്കിൽ എന്തോ കാട്ടുമെന്നുള്ള സംഘപരിവാറിന്റെ ഭീഷണിയും ഒന്നും വിലപ്പോയില്ല. പറഞ്ഞ വാക്കു പാലിക്കാൻ അറിയാമെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി VD സതീശനും UDF സർക്കാരും. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സംസ്ഥാനത്തും വിപുലമായ രീതിയിൽ നടക്കുകയാണ്. രാവിലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി മുഖ്യമന്ത്രി VD സതീശനാണ് സംസ്ഥാനതല ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. സംസ്ഥാനത്തെ ഇന്നത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ഏവരും ഉറ്റുനോക്കിയിരുന്നത് വന്ദേമാതരം ആലപിക്കുമോ എന്നാണ്. എന്നാൽ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നൽകിയ വാക്ക് പാലിക്കുന്നതാണ് കണ്ടത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നടക്കുന്ന ഒരു ആഘോഷത്തിലും വന്ദേമാതരം ആലപിച്ചിട്ടില്ല. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തിയപ്പോൾ അകമ്പടിയായി ദേശീയ ഗാനമായ ജനഗണമന മാത്രമാണ് ആലപിച്ചത്. തുടർന്ന് മുഖ്യമന്ത്രി സേനയുടെ അഭിവാദ്യം സ്വീകരിച്ചു. അതും കേരളത്തിന് ഒരു പ്രത്യേകതയുള്ള കാഴ്ചയായി മാറി. കാരണം 10 വർഷത്തിന് ശേഷമാണ് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി സംസ്ഥാനത്തെ അഭിവാദ്യം ചെയ്യുന്നത്. മറ്റ് ജില്ലകളിൽ ചുമതലയുള്ള മന്ത്രിമാരും പതാക ഉയർത്തി. ഒരിടത്തും വന്ദേമാതരം ആലപിച്ചില്ല. ഇത് വിമർശകർക്കും വെല്ലുവിളിച്ചവർക്കുമുള്ള മറുപടി കൂടിയാണ്. ഈ മാസം ആദ്യം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി ഇറക്കിയ സർക്കുലറിൽ വന്ദേമാതരം ആലപിക്കണമെന്നുണ്ടായിരുന്നു. ഇത് വിവാദമായതോടെ മുഖ്യമന്ത്രി നൽകിയ മറുപടി ഓഗസ്റ്റ് 15-ന് കണ്ടോളൂ എന്നായിരുന്നു. അതാണ് ഇന്ന് കണ്ടിരിക്കുന്നത്. വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ പാടില്ല എന്നത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണ്. അത് നടപ്പിലാക്കുമെന്ന വാക്ക് മുഖ്യമന്ത്രിയും സർക്കാരും പാലിച്ചിരിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ പാടിയില്ലെങ്കിൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്നായിരുന്നു ഇന്നലെ ഒരു BJP നേതാവ് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചത്. കേരളത്തിൽ നിലനിൽക്കുന്നത് ശരിയത്ത് നിയമമല്ല. പാണക്കാട് തങ്ങൾ പറയുന്നതനുസരിക്കാനാണെങ്കിൽ ഈ സ്ഥാനം രാജിവെച്ച് പാണക്കാട് തങ്ങൾക്ക് അടിമപ്പണി ചെയ്യുന്നതായിരിക്കും സതീശന് നല്ലത് എന്നൊക്കെയാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ S. സുരേഷ് വിളിച്ചു പറഞ്ഞത്. എന്തായാലും സുരേഷിന് പ്രവൃത്തിയിലൂടെ സതീശൻ ഇന്ന് മറുപടി നൽകി. എന്നാൽ വാക്കിലൂടെ ഇന്നലെ തന്നെ കോൺഗ്രസിന്റെ യുവ നേതാവ് ജിൻഡോ ജോൺ സുരേഷിന് വേണ്ടത് കൊടുത്തിട്ടുണ്ട്. കേരളം ഭരിക്കുന്നത് UDF ആണ്. മതേതര മനുഷ്യർ ഒന്നിച്ച് പോരാടി സൃഷ്ടിച്ച ഇന്ത്യയിൽ ഈ സ്വാതന്ത്ര്യദിനത്തിലും എന്തു പാടണമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തും മാപ്പെഴുതിയും ഒളിസേവ ചെയ്തും കിട്ടിയ വെള്ളക്കാരന്റെ മാസവരി കൊണ്ട് വർഗീയത വിത്തിട്ട് വളർത്തിയവർ വന്ദേമാതരത്തിന്റെ ക്ലാസ് എടുക്കാറായിട്ടില്ല എന്നാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത്. അയോധ്യ മുതലുള്ള അമ്പലങ്ങൾ കൊള്ളയടിച്ചവർ അവനവന്റെ പാർട്ടി ഫണ്ടും മോദിയുടെ കട്ടൗട്ടും പാർട്ടി കൊടിയും കട്ടുവിറ്റു. പലചരക്ക് കടയുടെ പേരിൽ വ്യാജ GST ബില്ലും മോദിയുടെ വണ്ടിയുടെ കള്ളബില്ലും ഉണ്ടാക്കി പൊട്ടടിച്ചവരൊക്കെ നേരിടാൻ പോകുന്നത് ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. കട്ടസംഖ്യകളും കട്ടതിൽ വീതം കിട്ടാത്ത സംഖ്യകളും തമ്മിലുള്ള പോരാട്ടത്തിൽ സംശയനിഴലിലുള്ള സുരേഷ് ജിയുടെ ബാറ്ററിയും ബൾബും പീസാകാതെ നോക്കണേ എന്ന ഉപദേശവും നൽകുന്നുണ്ട് ജിൻഡോ. ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ കാണാം. Independence Day parade is ready for inspection, sir.